നിങ്ങൾ ഫസ്റ്റ് വന്നല്ലേ 2008 സ്വിഫ്റ്റ് ഞാൻ ഇവിടെ 190 1 MB വിൽക്കാറുണ്ട്. നിങ്ങൾ വന്ന സ്ഥിതിക്കാണെങ്കിൽ 1,70,70,000 റുപ്യക്ക് ഒരു ഓഫർ എന്നുള്ളതിൽ എന്ത് ചെയ്യാം 2008 അടിപൊളി സ്വിഫ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം. 1,70,70,000 രൂപക്ക് നല്ലൊരു അടിപൊളി എന്ത് ചെയ്യാം ഒരു സ്വിഫ്റ്റ് നമുക്ക് കൊടുക്കാം. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നത് ഇപ്പം അത് കൊണ്ടാൻ വന്നാന്ന് നമുക്കുണ്ടാവില്ല ഒരു ധാരണ തോന്നല്. അപ്പം എനിക്ക് എന്ത് ഒരു വെള്ളം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ അത് കൊടുക്കും. വെറുതെ നമ്മൾ ഇതിന് നെഗോഷ്യബിൾ ഇതുകൊണ്ട് അൾട്ടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അൾട്ടോ നല്ല വാഹനമാണ്. അതിലുപരി തന്നെ ആ അൾട്ടോന്റെ വിലക്ക് എന്ത് ചെയ്യും നിങ്ങൾ അൾട്ടോന്റെ വിലക്ക് ഇൻഡിക്ക വിസ്റ്റ എന്ന് പറഞ്ഞ വാഹനമാണ്. ഇപ്പൊ നമ്മൾ കാണിച്ചില്ല ഈ സ്വിഫ്റ്റുകൾ ഒരുപാട് കാണും. ഇതേ സ്വിഫ്റ്റിന്റെ ഇഞ്ചിന്റെ ക്വാളിറ്റിയുള്ള ഇഞ്ചനുള്ള കോട്ടറാജിറ്റ് അതേ സെയിം ഇഞ്ചൻ വരികയാണ് ഈ രണ്ട് വാഹനത്തിൽ. ഇതിന് രണ്ടിനും കോട്ടറാജറ്റ് ഇഞ്ചിനാണ് വരിക. അതായത് മീൻസ് സ്വിഫ്റ്റിന്റെ ഇഞ്ചിനാണ് എന്ത് ചെയ്യുക ഇതിന് വരിക. ഇത് രണ്ടും ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാണ്. ഇത് 2010 ഇത് 11 ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന എന്താ മറയൂർ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന നിസാർക്കാന്റെ അടുത്താണ്. എന്തൊക്കെ നിസാർക്ക് പറഞ്ഞാണ്? നല്ല അൽഹംദുലില്ലാഹ് സന്തോഷം. നിങ്ങൾ വന്നതിലും നമുക്ക് സന്തോഷം. നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഞാൻ ഇതാണ് നമ്മളെ ചാനലിൽ തന്നെ എന്ത് ചെയ്യാണ് നിസാർക്ക കാർ വേൾഡ് നമ്മളെ ചാനലിൽ തന്നെ ഡെയിലി വീഡിയോ ചെയ്യാണ്. അതിലുപരി ഇപ്പോൾ ഒരുപാട് പുതിയ ആളുകൾ ഇപ്പോൾ നമ്മളെ എന്താ പറയാ ആദ്യമൊക്കെ നമ്മളെ മനു റോഡ് മാസ്റ്റർ പോലെയൊക്കെ വന്നിരുന്നു. പിന്നെ അതിന് ശേഷം ഒരുപാട് ആളുകൾ അതായത് ഇപ്പോൾ എന്താ മറ്റേ ആളെ പേരടാ അതാ റിയാസ് അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വന്ന് പോകുന്നുണ്ട്. വലിയ സന്തോഷം. അതിന് കൂടുതൽ ഇപ്പോൾ നിങ്ങളുമായി സത്യത്തിൽ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ ഇത് ശരിക്കും കേൾക്കണം. നിങ്ങൾ വന്ന് പോകും ഈ ഒരു ഫോണിലാണ് എന്ത് ചെയ്യുക ഈ ഫോൺ എടുക്കണ്ടേ. എൻ്റെ ചാനലിലെ ഈ 50,000 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ നിന്നും ഇതിക്ക് എന്ത് ചെയ്യും ഫോൺ വരും. ഈ ഇവിടെ വന്ന് പോണ റിയാസ് മുതലേ ഫോൺ വരും. ഈ നമ്മൾ ഈ സംസാരം കേൾക്കാനാണ് ചെയ്യുന്നത്. ഈ സംസാരം ഇതിൻ്റെ ഡീറ്റെയിൽ കേൾക്കാനൊക്കെ ആളുകൾ വിളിക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഫോൺ എടുക്കും. ഇല്ലാത്തവർ നേരിട്ട് വന്നാൽ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ നേരിട്ട് വന്നാൽ എന്ത് ചെയ്യുക ഡീറ്റെയിൽ നേരിട്ട് വന്നാൽ എൻക്വയറി ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വിളിച്ചെടുക്കൂല എന്നല്ല വാട്സപ്പിലും മാക്സിമം ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിൽ കാണിക്കുകയാണെങ്കിൽ 6000 മെസ്സേജോളം ഉണ്ട് ഇതിലിപ്പം വന്നതുണ്ട്. ഇന്ന് രാവിലെ കൊടുത്തതിന് ശേഷം 2742 ആൾക്കാർ എന്ത് ചെയ്തിന് വിളിക്കല ഓരോ സുഖമാണോ എന്ന് ചോദിച്ചോണ്ടാവും. അല്ലെങ്കിൽ ഇതാണ് നിങ്ങളെ ചാനൽ വിജയിക്കട്ടെ പറഞ്ഞാലുണ്ടാവും. പിന്നെ ഇതാണ് അതിന് ഓരോ ഡീറ്റെയിൽ ചോദിക്കണമല്ലോ. അപ്പോൾ ഒക്കെപ്പാട് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സൗണ്ടിന് തന്നെ എന്ത് ചെയ്തിന് വായിച്ചു. അപ്പൊ നമുക്ക് നമ്മൾ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ 100% ഓഫർ. നമ്മളിത് എന്താ പ്രത്യേകത നമ്മൾ ഈ സാധാരണക്കാരന് പറ്റിയില്ലേ അങ്ങനെ പറയല്ല. നമ്മളടുത്ത് സ്വിഫ്റ്റുകളുടെ ഒരു ശേഖരമുള്ളു. ഉദാഹരണത്തിന് പറയാം ഞാൻ 2008 സ്വിഫ്റ്റ് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് വന്നല്ലേ 2008 സ്വിഫ്റ്റ് ഞാൻ ഇവിടെ 190 1 MB വിൽക്കാറുണ്ട്. നിങ്ങൾ വന്ന സ്ഥിതിക്കാണെങ്കിൽ 1,70,70,000 റുപ്യക്ക് ഒരു ഓഫർ എന്നുള്ളതിൽ എന്ത് ചെയ്യാം 2008 അടിപൊളി സ്വിഫ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം. 1,70,70,000 രൂപക്ക് നല്ലൊരു അടിപൊളി എന്ത് ചെയ്യാം ഒരു സ്വിഫ്റ്റ് നമുക്ക് കൊടുക്കാം. അതിലുപരി ഇതിൽ നിങ്ങളെ പുതിയ ചാനൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വന്നെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം നമ്മളെ പ്രത്യേകം പ്രത്യേകിച്ച് ഒരു ഓഫറിൻ്റെ ആവശ്യമില്ല. നമ്മൾ അറിയുന്ന അതായത് നമ്മളെല്ലാവരോടും പറയല് നമ്മൾ 2008 9 10 വാഹനങ്ങളാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ബാഡ് കമൻറ്റും നിങ്ങൾക്കും ബാഡ് കമൻറ്റൊക്കെ വരാം. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയല എന്താ പറയുക ഇന്ന് വരെ പരാതി പരിഭവമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ 8 9 10 സ്വിഫ്റ്റുകളാണ് നമ്മളെ മെയിൻ ബ്രാൻഡ്. അപ്പോൾ ഇതിലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു 8 9 10 സ്വിഫ്റ്റൊക്കെ എടുക്കുന്ന ആളുകൾ ഒരു 10 രൂപ എന്ത് ചെയ്യണം നമ്മൾ സങ്കല്പിക്കണം. അതായത് വാഹനത്തിന് അതാണ് നമ്മൾ ഓഫർ കേട്ടോ. ഇതിനിപ്പോൾ ഇതിന് ഞാൻ ആവശ്യപ്പെടുന്നത് 2,10,000 റുപ്യാണ്. ഈ 2,10,000 റുപ്യയിൽ എൻ്റെ അടുത്ത് വന്ന ഒരാൾ ഓട്ടി നോക്കി പറ്റിയൊരു വർഷാപ്പാനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളാൽ കയ്യിനെന്ത് ചെയ്യും നമ്മൾ കമ്മിയാക്കി കൊടുക്കും. ആ സമയത്ത് എന്ത് നമ്മൾ മനസ്സിൽ വേണമോ ഒരു സ്വിഫ്റ്റ് എടുക്കുമ്പോൾ ഒരു ബോൾ ജോയിൻ്റോ ഒരു ചോക്കാപ്സറോ ഒരു ടയറാറൻ്റോ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും ചെറിയൊരു പൈസൻ്റെ പണികളൊക്കെ അതിമേലുണ്ടാവും. ഒരു 10 റുപ്യ ചിലവാക്കിയ ഒരു 7,000 റുപ്യൻ്റെ ടൈം എഞ്ചിന് മാറാനായ ഒരു വണ്ടി ഇതിലില്ല. ഒരു ടൈം എഞ്ചിനൊക്കെ മാറി സ്വിഫ്റ്റുകളാകുമ്പോൾ എന്നാൽ പിന്നെ 1,00,000 കിലോമീറ്റർ വരെ എന്ത് ചെയ്യണ്ട ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യുക ഓൽക്ക് കൊണ്ടുനടക്കാം. അങ്ങനെ പ്രത്യേകം. അപ്പോൾ ആ ഒരു പൈസ ഒക്കെ എന്ത് ചെയ്യും നമ്മൾ കമ്മിയാക്കി കൊടുക്കും. അത് എന്ത് ചെയ്യണം അറിയാം നമ്മൾ ഫോണിലും വാട്സപ്പിലും കമന്റിലും പറഞ്ഞിട്ട് കാര്യമില്ല. നേരിട്ട് വന്ന ഒരാൾ നോക്കി നിങ്ങളുടെ നാട്ടിലൊരു വർഷാപ്പൻ ഓനുമാണെങ്കിൽ 1000 റുപ്യ കൂലി നമ്മൾ കൊടുക്കും. കാര്യം ഈ വരുന്ന വർഷാപ്പന് 1000 രൂപ കൂലി കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും. എന്നാൽ നമുക്ക് മനസ്സിക്ക് സമാധാനം ഓൽക്കും സമാധാനം. ഓൽക്ക് കൊടുക്കേണ്ട 1000 ഞാൻ കൊടുക്കും. അതാണ് എന്ത് ഇവിടുത്തെ ഏതോ ഓഫർ. ഒരാൾ വരികയാണെങ്കിൽ ഒരു വർഷാപ്പാരം വന്നാൽ ഓനക്ക് അന്നത്തെ കൂലി നമ്മൾ കൊടുക്കും. എന്നാലും എന്ത് ചെയ്യുക ഓനക്കും എനിക്ക് വാങ്ങണോനും എനിക്കും സമാധാനമായിട്ട് ആ വർഷാപ്പാരം പറയുമ്പോൾ ഇത്ര പണിയുണ്ട് ഇതിന് തന്നെയുണ്ട് എനിക്കപ്പം ആ പണി കഴിഞ്ഞിട്ട് എനിക്കൊരു വെള്ളം കൂടി കിട്ടുമെന്ന് എനിക്ക് ചെറിയൊരു
ഒരു പ്രോഫിറ്റ് ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അതാണ് നമ്മൾ ഓഫർ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കാം. സ്വിഫ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് ഏതാ മോഡൽ വരുന്നത്? സ്വിഫ്റ്റ് 2012 ഡിസൈർ ആണ്. 2012 ഡിസൈർ ആണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,40,000 കിലോമീറ്റർ ഓടിണ്ട്. ഓണർഷിപ്പ് രണ്ടാമത്താണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസുകൾ ഒന്നുമില്ല. ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളോ ഒന്നും എടുക്കാനില്ല. ഇത് നമുക്ക് ഇവിടുന്ന് നിങ്ങളൊരു ഓഫർ നൽകുക. 2012 സ്വിഫ്റ്റ് ഡിസൈർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2,80,000 റുപ്യക്ക് എന്ത് ചെയ്യാൻ 3 റുപ്യക്ക് വിൽക്കണോലും 3,400 വിൽക്കണോലൊക്കെ ഉണ്ട്. ഇതിപ്പോ 2000 ഡീസൽ നമ്മുടെ ഡീസൽ മാത്രമേ ഇന്നത്തെ സ്റ്റോക്കിൽ ഫുള്ള് ഡീസൽ മാത്രമേ ഉള്ളൂ. പെട്രോൾ ഇല്ല. അപ്പോൾ ഇത് ഏതാ മോഡൽ വരുന്നത്? 2010 ആണ്. ഇതിന് നമ്മൾ 2,400,000 റുപ്യ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. 2,400,000 എന്തെങ്കിലുമൊക്കെ പാർട്ടി വന്ന് ഓട്ടി നോക്കി വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു 10 റുപ്യേൻ്റെ പൈസ ഒക്കെ എന്ത് ചെയ്യും നമ്മൾ കമ്മിയാക്കി കൊടുക്കും. പിന്നെ ഇതിന് നമ്മൾ ഈ 2,400,000 എന്നാണ് ചോദിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വാഹനങ്ങൾ വിൽക്കുന്നു വാങ്ങുന്ന ആളുകളാകുമ്പോൾ ഒരു അൾട്ടോ എടുത്തോന്നെ നാളെ ചിലപ്പോൾ തോന്നുന്നതൊന്ന് മാറ്റിയാണ്ട് ഒരു എക്സ്ചേഞ്ചിന് അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നീങ്ങാന്നുള്ള രീതിയിലാണ് 2,400,000 ചോദിക്കുന്നത്. ഒരു പാർട്ടി വന്ന് ഓട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ മാന്യമായ വിലക്ക് എന്ത് ചെയ്യും നമ്മൾ ഇനിയും കീപ്പിട്ട് കൊടുക്കുന്ന അർത്ഥം. ഇത് എത്രാമത്തെ ഓണർഷിപ്പാണ്? ഇത് 2ാമത്തെ ഓണർഷിപ്പാണ്. സ്വിഫ്റ്റ് VD ആണ്. AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ടോ? എത്ര കിലോമീറ്റർ? 140. പിന്നെ പ്രത്യേകം പറയാനുള്ള കിലോമീറ്ററിൻ്റെ കാര്യം നമ്മളൊക്കെ പല ആളുകളിൽ നിന്നും ബ്ലോക്കേഴ്സിൻ്റെ അടുത്തു നിന്നും നമ്മളൊരു പാർട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ അപൂർവം നമ്മൾ AI മോട്ടോഴ്സിൽ നിന്നും എക്സ്ചേഞ്ചിന് വരുന്നിടത്തുനിന്നൊക്കെയാണ് ഇത് എടുക്കുക. ഞാനോ നമ്മളെ കുടുംബത്തിലോ പരിചയമുള്ള ആളുകളോ ഓടിച്ച വാഹനങ്ങളല്ല. അപ്പോൾ ഇതിന് കമൻറ്റ് ചെയ്തണോ എന്ത് ചെയ്യും പലത് ചെയ്ത് അത്ര കിലോമീറ്റർ ഓടിയത് നമ്മൾ നിലവിൽ ഇതിൽ 140 കോടിന് നിലവിൽ ഒരു മനുഷ്യടുത്ത് അവൻ്റെ മനസ്സടങ്ങാറാക്കാനുള്ള പണികളൊന്നും എന്തില്ല ഇതിന്മേലില്ല. അതായത് നമ്മളുണ്ടല്ലോ എടുത്ത് പെട്ടെന്ന് പറയാനുള്ള ഒരു അവസ്ഥകളൊന്നുമില്ല. കിലോമീറ്റർ നമ്മൾ വെറുതെ എന്ത് ചെയ്യാണ് നമ്മൾ ആദ്യവും നമ്മളെ ചാനലിലും പറയാറില്ല. കാരണം ഞാൻ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ് വരാനുള്ള ആൾക്കാർ നെഗറ്റീവ് കമന്റ് വരാൻ എന്താ അറിയോ, നമ്മൾ എന്താണോ ചോദിക്കാത്തത് അതായിരിക്കും കമന്റ് വരാം. ഇപ്പോൾ ഈ ഒരു വണ്ടിന്റെ ടയർ കണ്ടീഷൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ആ ടയർ കണ്ടീഷൻ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല ഒക്കെ പറയും. അത് ഇത് വണ്ടി എടുക്കണോനല്ല കമന്റ് ചെയ്താൽ നേരം പോലത്തെ അവിടെ ഒരു സ്വിഫ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോയി നോക്കാൻ ഈ കമ്പനിക്കാരൻ കൂട്ടി വന്നാണ് നോക്കും. എടുക്കാത്തോ എങ്ങനെ കുത്തുറന്ന് വെറുതെ എന്ത് ചെയ്യണം അതിനിപ്പോ രക്ഷയില്ല. ഒരു 80% ടയർ എല്ലാത്തിലും ഇവിടെ ഒന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ല. പക്ക ഒരു റീപ്ലേസ് ഇല്ല. ഇത് നമ്മൾ 2,400 റുപ്യ ആവശ്യപ്പെടുകയാണ്. ഒരു വണ്ടി ഒരാൾ വന്ന് ഓട്ടി നോക്കി ഓൾക്ക് ഇഷ്ടപ്പെട്ട് ഓല് പറയണ ഒരു വസാബാറിനെ കൊണ്ട് ഞങ്ങൾ എടുക്കാനെന്ന് പറയുമ്പോൾ മാന്യമായ വിലക്ക് കൊടുക്കും. ഇന്ന് വരെ ആരും എന്ത് ചെയ്തില്ല നിരുത്സാഹപ്പെട്ട് ഇവിടുന്ന് പോയിട്ടില്ല. അതിലൊരു സംശയമില്ല. നമ്മൾ ഓഫർ 2008 വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു വയസ്സായ ഒരു പ്രായമുള്ള ഒരാൾ മലപ്പുറത്ത് ഒരാൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അയാളൊരു എത്തിയോസമായിട്ട് മാറ്റം എന്നാണ് വണ്ടിയാണ്. വേറെ ഭാഗത്തുകൾ മെയിൻ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട്. അത് കമ്പനി റീപ്ലേസ് ആണ്. ഒരേ ടൈമിലല്ല. ഇത് ഒന്നും എടുക്കാൻ എന്താ പറ്റിയെന്ന് അയാളോട് ചോദിക്കണം. നമ്മൾ വെറുതെ തള്ളിയിട്ട് കാര്യമില്ല. ബോണറ്റ് മെയിൻ ഗ്ലാസ് അങ്ങനെ ആവാം. ഞാൻ എന്തെങ്കിലും നമ്മൾ 2 ടൈമിലാണ് ഉള്ളാവാലും. നിലവിൽ എന്തുണ്ട് മെയിൻ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട്. വേറെ തട്ടുമുട്ട അപാകതകൾ വേറെ പ്രശ്നങ്ങൾ ടച്ച് ചെയ്യാൻ പോളിഷ് ചെയ്യാൻ ടയർ ഇടാൻ പുതിയ സീറ്റ് കവർ ഇടാനോ മറ്റുള്ള പണികളോ കാര്യങ്ങളോ ഒന്നും ഇടാൻ ഇതിന് ഒരു ചോക്ക് ഓഫ്സറിന്റെ സൗണ്ട് ഒന്നുമില്ല. ഇതിന് നമുക്ക് 1,70,000 റുപ്യ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കും. നമുക്ക് ഈ വാഹനങ്ങളിലൊക്കെ നമുക്ക് 2012 ഡിസൈറുമിൽ നമുക്ക് 1,50,000 റുപ്യ ലോൺ വാങ്ങി കൊടുക്കാം. 2010 സ്വിഫ്റ്റുമ്പോൾ നമുക്ക് 1,10,000 1,15,000 വാങ്ങി കൊടുക്കാം. ഇതിന്മേൽ നമുക്കൊരു 90 രൂപക്ക് എന്ത് ചെയ്യാം ഇതിന്മേൽ നമുക്ക്. അത് മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സേട്ട് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതര ജില്ലകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ നാട്ടിൽ ഇതുപോലത്തെ സേട്ട് ലോൺ ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് പേപ്പേഴ്സ് ഒക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്താ വേണ്ട സഹകരണങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്തു കൊടുക്കും. ഇതും അതുപോലെ തന്നെ 2009 വാഹനമാണ്. 2009 ഇതും VD ആണ്. ഇത് നമ്മൾ 2,10,000 റുപ്യ ആവശ്യപ്പെടുന്നു. ഇത് 2ാമത്തെ ഓണർഷിപ്പാണ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഉണ്ടെങ്കിൽ തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇതിന് റീപ്ലേസോ കാര്യങ്ങളില്ല. 2,10,000 റുപ്യ ആവശ്യപ്പെടുന്നുണ്ട്. മേജർ പണികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇനി എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും. പാർട്ടി വന്ന് വരികയാണ്. ടയർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ടയറാണുള്ളത്. നല്ല ടയർ പറഞ്ഞാൽ അപ്പോളോന്റെ ടയറാണ്. 4 ടയർ ഒരുപോലെ അത്യാവശ്യം നല്ല ടയറാണ്. ഇത് 2010 സ്വിഫ്റ്റ് തന്നെ. 2010 കിലോമീറ്റർ. ഇത് കിലോമീറ്റർ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. നമ്മൾ വെറുതെ ഇനിയിപ്പോൾ അതിൽ ചോദിക്കണമെന്ന് സന്തോഷമായിക്കോട്ടെ. ഞാൻ ഉപയോഗിച്ച വാഹനമല്ല. ഇതിലൊരൊറ്റ ഉത്തരവുള്ളൂ. അപ്പം നിങ്ങൾ എന്താ എങ്ങനെ എടുത്തോണ്ടിരും. നമ്മൾ സ്വിഫ്റ്റുകൾ പഴയ മോഡൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒറിജിനൽ ആകാം. ചിലപ്പോൾ 3-4 ബ്ലോക്കർമാർ
പുറത്തുനിന്ന് കമ്പനിയിൽ നിന്നൊക്കെ എടുത്ത് വരുന്നില്ല. നിലവിൽ ഒരാൾക്ക് കൊണ്ടുപോയാൽ എന്തില്ല, അവൻ്റെ മനസ്സടങ്ങാറാണ് ഒരു പണി നിലവിൽ എന്തില്ല, ഇതിമ്മലില്ല. അത് തന്നെയാണ് 10 കൊല്ലം 12 കൊല്ലം പഴക്കമുള്ള വണ്ടികളാണ്. നമ്മളെന്തെങ്കിലും തള്ളിയിട്ട് കാര്യം, നമ്മൾ ഇന്നലെ വൈകുന്നേരം അതിൻ്റെ തലേന്ന് കൊണ്ടുവന്ന വണ്ടികളാണ്. അല്ലാതെ നമ്മളെന്ത് ചെയ്യണില്ല, ഇത് ഓട്ടി കൊണ്ട് നടക്കുന്ന വണ്ടികളല്ലല്ലോ. അപ്പം നമ്മൾ ഉപയോഗിച്ച വാഹനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജെനുവിനായിട്ട് എല്ലാ കാര്യങ്ങളും അല്ലാതെ നമ്മൾ എന്തെങ്കിലും തള്ളിയിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന് നമ്മൾ 2.25 ലക്ഷം റുപ്യ ആവശ്യപ്പെടുന്ന 2010. ഇതിന് 1,10,000 റുപ്യ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് എക്സ്ട്രാ അലേവിയിലും കാര്യങ്ങളും ഉണ്ട്. ഇനി അടുത്ത വാഹനം 2007 ആണ്. ഞാൻ ഇങ്ങനെ കസ്റ്റമൈസിങ് വരുന്നത് അതാട്ടോ. അതിന്റെ ഇടയിൽ ലവുമാണ് ഓലമാണ് അതൊക്കെ അയാളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്ന ഒരാളാണ്. നമ്മളെ മാഷാണ്, കളരിന്റെ ഒരു ചാനലൊക്കെ ഉള്ള ആളാണ്. നമ്മളെ സ്വന്തം ആളാണ്. നിങ്ങൾ വേറെ മോഡൽ നോക്കാൻ വേണ്ടി വന്നേ സ്വിഫ്റ്റ് തന്നെയാണോ? നല്ലൊരു ഒമിനി ഉണ്ട് മൂപ്പരടുത്ത്, ഒരു വെറൈറ്റി ഒമിനി. ഒരു ദിവസം അവിടെ പോയി വീഡിയോ ചെയ്ത് നിങ്ങൾ അത്ഭുതപ്പെടും. അതായത് അതിലില്ലാത്ത സൗകര്യങ്ങളില്ല. ഞാൻ ദിവസം വില പറഞ്ഞു കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ 2007 സ്വിഫ്റ്റ് ആണിത്. 5 വർഷത്തെ എല്ലാ പേപ്പേഴ്സും റിന്യൂവൽ പുതിയ നമ്മൾ എടുത്തു കൊടുക്കും. ടാക്സ് നമ്മൾ പുതിയ കെട്ടി കൊടുക്കും. ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ കെട്ടി കൊടുക്കും. ഇതിന് നമ്മൾ 1.25 ലക്ഷം റുപ്യ ആവശ്യപ്പെടും. ഇനിയും വണ്ടി വിലക്ക് കീപ്പട്ടാക്കി കൊടുക്കും. പാർട്ടി വന്ന് പറ്റിയൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കീപ്പോട്ട് കൊടുക്കും. അഞ്ഞ് നമ്മുടെ അടുത്ത് 2 ഇൻഡിക്ക വിസ്റ്റ്, ഒരു പുറത്തൊരു സ്വിഫ്റ്റ് കൂടി കാണിച്ചാൽ. ഇത് ഈ മാരുതി അൾട്ടോ ഉണ്ടല്ലോ, ഒരു അൾട്ടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അൾട്ടോ നല്ല വാഹനമാണ്. അതിലുപരി തന്നെ ആ അൾട്ടോന്റെ വിലക്ക് എന്ത് ചെയ്യും, നിങ്ങൾ അൾട്ടോന്റെ വിലക്ക് ഇൻഡിക്ക വിസ്റ്റ എന്ന് പറഞ്ഞ വാഹനമാണ്. ഇപ്പൊ നമ്മൾ കാണിച്ചില്ല ഈ സ്വിഫ്റ്റുകൾ ഒരുപാട് ഇതേ സ്വിഫ്റ്റിന്റെ ഇഞ്ചിന്റെ ക്വാളിറ്റിയുള്ള ഇഞ്ചനുള്ള കോട്ടറാജിറ്റ്, അതായത് സെയിം ഇഞ്ചൻ വരികയാണ് ഈ 2 വാഹനത്തിൽ. ഇതിന് രണ്ടിനും കോട്ടറാജറ്റ് ഇഞ്ചിനാണ് വരിക. അതായത് മീൻസ് സ്വിഫ്റ്റിന്റെ ഇഞ്ചിനാണ് എന്ത് ചെയ്യുക ഇതിന് വരിക. ഇത് രണ്ടും ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാണ്. ഇത് 2010 ഇത് 11 ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന തരങ്ങൾ 1,40,000 11. ഇതിന് ക്ലച്ച് ചവിട്ടിയ ചാട്ടാണ് ഓപ്ഷനാണ്. ക്ലച്ച് ചവിട്ടിയ ചാട്ടാണ്. അതായത് AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, ബാക്ക് വൈഫർ, കമ്പനി സെറ്റ്, ക്ലച്ച് ചവിട്ടിയ ചാട്ടാണ് ആ സിസ്റ്റത്തിൽ വരുന്ന. ആ ന്യൂ മോഡൽ ഫ്രണ്ടും ന്യൂ മോഡൽ ബാക്കും വരുന്ന, ഒരു റീപ്ലേസും ഇല്ലാത്ത 1,20,000 ജനുവൽ കിലോമീറ്റർ ഉള്ള സ്വിഫ്റ്റിന്റെ ഇഞ്ചുള്ള വാഹനമാണ്. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന 1,40,000 റുപ്യാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കസ്റ്റമർ 100% നെഗോഷ്യബിൾ ആണ്. ആളുകൾ നമ്മൾ ഈ വെറുതെ നെഗോഷ്യബിൾ ആണ് പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇതിപ്പോൾ എനിക്കൊരു വണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നണം ഈ വണ്ടി എടുക്കാൻ വന്നാണ്, എനിക്കിത് ഇഷ്ടപ്പെടുന്നത്, ഇത് കൊണ്ടുപോവാണെന്ന് എനിക്ക് നമ്മളത് കണ്ട് കുറെ ആയില്ല, 10-15 കൊല്ലായില്ല. അപ്പൊ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നത്, ഇപ്പൊ അത് കൊണ്ടുപോകാൻ വന്നാന്ന് ഞമ്മക്കുണ്ടാവില്ല ഒരു ധാരണ തോന്നല്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വെള്ളം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ അത് കൊടുക്കും. വെറുതെ നമ്മളിതിൽ നെഗോഷ്യബിൾ ആണ്. ഓനെ ഇഷ്ടപ്പെട്ടു, ഓത് ഓട്ടി നോക്കിയിട്ട് സാർ ഞാൻ അത് കൊണ്ടോട്ടെ, ഈ കണ്ട മുതൽ ഞാൻ കൊണ്ടുപോവാണ്, ഇതിന് ഇത്രയൊക്കെ പണികളൊക്കെ ഉണ്ട്, ഞാൻ അത് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറഞ്ഞാലും എന്ത് ചെയ്യും, കീബോർഡ് കൊടുക്കും. വെറുതെ ചടപ്പിച്ചണോ എന്താ ജില്ലകള് ഓനെ നമ്മള് പറഞ്ഞ കാര്യം. അപ്പൊ ഇതോ 2010 ഏറ്റവും ഫുള്ളാണ്. അതുപോലെ തന്നെയാണ് അത് ന്യൂ മോഡലും. ഇത് ബാക്കിൽ ആ പട്ടക്ക് ചെറിയൊരു കുറവുണ്ട്, ബാക്കിയെല്ലാം ഒരേ മോഡലാണ്. ബാക്കിൽ പട്ടക്കുറവ്. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന 1,30,000 രൂപയാണ്. 2010 ഏറ്റവും ഫുൾ ഓപ്ഷൻ, AC, പവർ സ്റ്റാറിങ്, കമ്പനി സെറ്റ്, ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2010 കോട്ടറാജറ്റ് ഇഞ്ചൻ തന്നെ. ഇത് രണ്ടാമത്തെ. ഇത് സിംഗിൾ, ഇത് രണ്ടാമത്തെ. 2011 സിംഗിളും 2010 സെക്കൻഡ് ഓണർ. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന തരങ്ങള് ഇതിന് 1,30,000. ഈ 1,30,000 തന്നെ ഒരാൾ വന്നിട്ട് ഓട്ടി നോക്കി അയാൾക്ക് പറ്റി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൽ നെഗോഷ്യബിൾ നമ്മൾ ഇതിൽ 1,30,000 നമ്മൾ ചോദിക്കാൻ തരങ്ങൾ നമ്മൾ തന്നെ വിറ്റ വാഹനങ്ങൾ വല്ല അൾട്ടോയോ വല്ല മാരുതിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ചെക്ക് വരും. അപ്പം നമുക്കിത് പോലും വെറുപ്പിക്കാൻ പറ്റില്ല, നമുക്കും എന്ത് ചെയ്യണത് നിലന്ന് പോകണം. അപ്പം അതിനൊരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ചോദ്യമാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റി പാർട്ടി വന്ന് പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യഥാർത്ഥം കൊണ്ടാണ് പറയാന്നുള്ളൂ. ഇതിലിപ്പോൾ ഒരു ഇതാണ്, വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഒരു സിസ്റ്റം കൂടി കാണിക്കാം. 2009 ഇതിപ്പം കൊടുന്ന് വെച്ചിട്ടുള്ളൂ. ഇതിന്മേൽ നമ്മൾ എന്ത് ചെയ്തില്ല, കേൾക്കാൻ കൊണ്ടുപോയിട്ടൊന്നും ഇപ്പൊ പുറത്തുകൂടെ വെച്ചതാണ്, കൊടുന്ന് വെച്ചിട്ടുള്ളൂ. ഇത് ACയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോയും കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. മീൻസ് എന്താ ഞങ്ങള് ഇതിന് ഈ റണ്ണിംഗ് ബോർഡിന്റെ ഇതിലൊക്കെ സ്കേറ്റിങ് കാര്യങ്ങൾ,
സ്പോയിലർ, നല്ല സീറ്റ്. ഞാൻ ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ടുള്ളൂ, കേക്കിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടോ. ഡിക്കി സ്പോയിലർ. പിന്നെ ഈ പവർ വിൻഡോന്റെ സൈഡിലൊക്കെ ഒരു സൈസ് പട്ടൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല പോളിഷ് നല്ല ഫിനിഷിംഗ് വണ്ടി. ഇന്ന് കേക്ക് വൃത്തിയാക്കി ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിന് നമ്മളിവിടെ 2.25 രൂപ ആവശ്യപ്പെടും. ഇനിയും എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കും. ഇതിനൊരു 1.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. 100% സേർട്ട് ലോൺ നമുക്ക് വാങ്ങി. ഇത് എത്രാമത്തെ ഓണർഷിപ്പാണ്? രണ്ടാമത്തെ ഓണർഷിപ്പ്. ഇവിടെയുള്ള വണ്ടി ഫുള്ള് ഡീസലാണ്. റീപ്ലേസ് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്ത ഒന്നുമില്ല. നമ്മളെ ചോപ്പ് വാഹനത്തിന് ബോണറ്റും മെയിൻ ഗ്ലാസും ആകെ ഇപ്പം റീപ്ലേസ് വന്ന ആ ഷോപ്പ് വാഹനത്തിന് മാത്രമേ മെയിൻ ഗ്ലാസും ബാക്കിയൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും. പിന്നെ നിസാർക്ക കാർവേഡിൽ നമ്മളുള്ളത് നിസാർക്കായ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം ഉള്ളതിന് നമ്മളിപ്പോ ഈ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വെറുതെ ഞാൻ ഒരു ഉദാഹരണം, ഇജിന്റെ അടുത്ത് വാഹനം വാങ്ങാൻ വരികയാണെങ്കിൽ എനിക്ക് ഈ വാഹനം പറ്റി ഇജിത് എടുക്കും, എനിക്ക് തോന്നുമ്പോൾ അത് എടുക്കാമെന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേ ഒരു വെള്ളം കൂടി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഈ വാഹനം അവന് കൊടുക്കും. ഓൻ കൊണ്ടുപോയിക്കോളി, ഓൻ കൊണ്ടുപോകുന്ന ഉറപ്പായി അവന് കൊടുക്കും. അതിന് ഇന്നാൽ കയ്യിനെ ഞാൻ ചെയ്തു കൊടുക്കും. അല്ല നമ്മളിപ്പോൾ ഫോണിലും വാട്സപ്പിലും യൂട്യൂബിലും ഇതിങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു കാര്യമില്ല. നമ്മുടെ അടുത്ത് വന്ന ഒരാളെന്ത് ചെയ്യില്ല, ഓനെ 100% വാങ്ങാൻ വരുന്ന നമ്മൾ മുഷിപ്പിക്കൂല. 100%. അപ്പോൾ കണ്ടാലും നിങ്ങൾ വന്നതിലൊക്കെ സന്തോഷം. അപ്പോൾ നിങ്ങൾ ഇനിയും വരിക. നിങ്ങളെ ചാനലും അടിപൊളിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ജീവിച്ചു പോയിക്കോട്ടെ. എല്ലായിടത്തും നിന്ന് കുത്താളോട്ടൊക്കെ കുത്തി നെക്കാളോട്ടൊക്കെ നെക്കി ഇന്നലെ വിജയിപ്പിച്ചു കൊടുക്കി. നമ്മളെ ചാനലും ഉണ്ട് നിസാർക്ക കാർ വേൾഡ്. നമുക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതിലും ഒന്ന് കയറി കാണാൻ കുത്തിക്കാളെ ആയിക്കോട്ടെ. കസ്റ്റമേഴ്സ് ഉണ്ടാകണം. നമ്മളെ നിസാർക്കാർക്ക് പറയാനുള്ള ഒറ്റയടിക്ക് പെട്ടെന്ന് പറഞ്ഞു തീർത്തുണ്ട്. മൂപ്പര് ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. നിങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അത്രക്കും പ്രൈസ് കുറച്ചിട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നിസാർക്ക കാർ വേൾഡിലാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് സ്വിഫ്റ്റിൻ്റെ കളക്ഷൻസ് ആണ്. ഒരുപാട് സ്വിഫ്റ്റിൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള ഏകദേശം ഒരു 5-6 കാറ് ഇവിടെ ഡെലിവറി ഇന്ന് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തന്നെ നമ്മൾ പിന്നെ ചെയ്യും എന്തായാലും. അപ്പോൾ നമ്മൾ തൽക്കാലം ബബ്ബായി നിസാർക്കാൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിയിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും അത് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ തൽക്കാലം ബബ്ബായി.